സപ്ലിമെന്റ് പോലെ തന്നെ ഇപ്പോ ട്രെൻഡിങ് ആകുന്ന മറ്റൊരു കാര്യമാണ് ഹെംപ്. കനാബിസ്. കനാബിസ് 100+ ബ്രാൻഡ്സ് ലീഗലി രജിസ്റ്റേർഡ് ആയിട്ടുള്ള കമ്പനീസ് ഇന്ത്യയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പൊ CBD ബേസ് ചെയ്തുകൊണ്ടുള്ള ആങ്സൈറ്റിക്കുള്ള CBD ഓയിൽ, അതേപോലെ തന്നെ CBD ഡ്രോപ്സ്, പിന്നെ അതേപോലെ സ്ലീപ്പിന് വേണ്ടിയിട്ടുള്ളത്, അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പൊ പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള CBD വന്നിട്ടുണ്ട്. ഡു യു എൻഡോസ് ഹെംപ്? ക്ലിനിക്കൽ സ്റ്റഡീസ് ഇനി ഒത്തിരി വരാനിരിക്കുന്നുള്ളൂ അതിൻ്റെയൊക്കെ. പക്ഷേ ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്, എസ്പെഷ്യലി സ്ലീപ്പ്, സ്ട്രെസ് മാനേജ്മെന്റ്, അതിനകത്തൊക്കെ റിസൾട്ട് കിട്ടുന്നുണ്ട്. അതിന്റെ സയൻസ് എന്താണ്? സയൻസ് ബേസിക്കലി ഇതെല്ലാം പലതരത്തിലുള്ള പോളിഫെനോൺസോ അല്ലെങ്കിൽ ഈ പ്ലാന്റ് ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ പ്ലാന്റിനകത്ത് വരുന്ന ഫൈറ്റോ കെമിക്കൽസ് ആണ് ഇതിനെല്ലാത്തിനും റൂട്ട് കോസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇതുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന പലതും ഇന്നിപ്പം ഇന്ത്യയിൽ പലതും കാനബീസ് അപ്രൂവൽ കൊടുക്കുന്നത് കൂടുതൽ ആയുർവേദിക് ഒറിജിനിൽ നിന്ന് വരുന്ന ഹെർബ്സ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് സേഫ് മോഡാണ്. ഇപ്പം വിദേശത്തേക്ക് പോയി കഴിഞ്ഞാൽ വേറെ പല പ്ലാന്റുകൾക്കും ഇന്നിപ്പോൾ അപ്രൂവൽസ് കൊടുക്കുന്ന ഒരു കാലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇഷ്യൂ എപ്പോഴും പ്ലാന്റ് ബേസ്ഡിലേക്ക് പോകുമ്പോൾ ഹെർബൽസ് നല്ലതാണ്, പക്ഷെ എപ്പോഴും അതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ ഫാക്ടർ നമ്മൾ സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ്. കാരണം ഹെർബ്സിൻ്റെ ഒരു ചലഞ്ച് എപ്പോഴും ഹെർബ്സിനകത്ത് നമ്മൾ ശരിയായിട്ടും അതിൻ്റെ സോഴ്സിനെ കുറിച്ച് മനസ്സിലാക്കിയില്ലെങ്കിൽ ഹെവി മെറ്റൽസിനുള്ള വളരെ സാധ്യതയുണ്ട്.